മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലത്തിലെ പുറത്തെഴുന്നള്ളിപ്പ് മുതൽ അകത്തെഴുന്നള്ളിപ്പ് വരെയുള്ള 20 ദിവസക്കാലം അകമ്പടിയേകിയത് 3 തലമുറകളുടെ പാരമ്പര്യം നിറഞ്ഞ മേളപ്പെരുമ. ചെണ്ടമേളത്തിൽ കൊട്ടിക്കയറിയ പുരുഷോത്തമൻ പണിക്കർ അരനൂറ്റാണ്ടിലേറെയായി പാട്ടമ്പലത്തിൽ അമ്മയുടെയും പറക്കെഴുന്നള്ളിപ്പിന് മേളപ്രമാണിയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇക്കുറിയും മേളമൊരുക്കിയത്. മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലത്തിലമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് മുതൽ അകത്തെഴുന്നള്ളിപ്പ് വരെയുള്ള 20 ദിവസക്കാലം ദേവിയുടെ പറക്കെഴുന്നള്ളിപ്പിനും അൻപൊലിക്കും അകമ്പടിയേകിയത് 3 തലമുറകളുടെ പാരമ്പര്യം നിറഞ്ഞ മേളപ്പെരുമ. കലാരത്നം മാവേലിക്കര വാരണാസി മാധവൻ നമ്പൂതിരിയുടെ ശിഷ്യനായ ചെണ്ടമേളത്തിൽ കൊട്ടിക്കയറിയ പുരുഷോത്തമൻ പണിക്കർ അരനൂറ്റാണ്ടിലേറെയായി പാട്ടമ്പലത്തിലമ്മയുടെ പറക്കെഴുന്നള്ളിപ്പിന് മേളപ്രമാണിയാണ്. പിതാവിന്റെ ശിക്ഷണത്തിൽ വാദ്യ കലാകാരനായി മാറിയ മകൻ രതീഷ് കുമാർ പാട്ടമ്പലത്തിലമ്മയുടെ പറക്കെഴുന്നള്ളിപ്പിന് ഒപ്പം കൂടിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. കീരിക്കാട് പുരുഷോത്തമൻ പണിക്കരുടെ മറ്റൊരു മകൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന രാജേഷ് കുമാർ അവധിയെടുത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ അതിർത്തിയിലെ സംഘർഷം കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് തിരികെ പോകേണ്ടി വരികയായിരുന്നു. രതീഷ് കുമാറിന്റെ മകനായ അദ്വൈത് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ 2 വർഷക്കാലമായി ഇവരോടൊപ്പം പരിശീലന കളരിയിലാണ്. അദ്വൈതിന്റെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും ചെണ്ടമേളത്തിൽ A ഗ്രേഡ് നേടിയിരുന്നു. പാട്ടമ്പലത്തിൽ അമ്മയുടെ അനുഗ്രഹമാണ് പാരമ്പര്യമായി മേളം നടത്തുവാൻ കഴിയുന്നതെന്നും അമ്മ അനുവദിക്കുന്നതുവരെ അത് തുടരുമെന്നും കീരിക്കാട് പുരുഷോത്തമൻ പണിക്കർ പറഞ്ഞു. കുടുംബ പാരമ്പര്യത്തിലെ കുടുംബത്തിൽ തന്നെ കൊട്ടായിരുന്നു. എൻ്റെ അച്ഛൻ അതിനപ്പുറത്തെ അപ്പന്മാർ എല്ലാം കുടുംബത്തിലെ കൊട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ പാരമ്പര്യത്തിൽ തന്നെ കൊട്ട് അങ്ങനെ ഓരോന്നും അങ്ങനെ പഠിച്ച് വന്നിട്ട് അത് മറ്റു രീതിയിൽ കുറച്ചുകൂടെ വലിപ്പമാവുന്ന രീതിയിൽ വാരണാസി തിരുമേനി എൻ്റെ ഗുരുവാണ്. വാരണാസി തിരുമേനി അങ്ങനെ മാങ്കുളത്ത് സമസ്ത കേരള കഥകളി വിദ്യാലയത്തിൽ അങ്ങനെ അദ്ദേഹം വന്ന് കഥകളി കൊട്ട് പഠിപ്പിച്ചു. അങ്ങനെ 25 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ കാണുന്നതൊക്കെ ഒത്തിരി കൂട്ടി. പുല്ലുളങ്ങര ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ അമ്പലത്തിലെ ഉത്സവവും ഒക്കെ സമ്പ്രദായം ഇതല്ല. മേളങ്ങൾക്ക് സമ്പ്രദായങ്ങൾ ഇവിടുത്തെ സമ്പ്രദായം അവിടുത്തെ വലിയ വ്യത്യാസമാണ്. ഇവിടെ കൊടകറക്ക് സമ്പ്രദായത്തിലുള്ള കൊട്ട, അങ്ങോട്ട് അതില്ല. അപ്പം കുടുംബക്ഷേത്രത്തിൻ്റെ കൊട്ട പുല്ലുളങ്ങര അമ്പലത്തിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് 55 വർഷക്കാലം കൊണ്ട് ഞാനിവിടെ കൊട്ടുന്ന ആളാണ്. 20 വയസ്സ് മുതൽ ഇപ്പം 78 വയസ്സ് തുടങ്ങാൻ പോവാം. അപ്പോൾ 55 വയസ്സിനപ്പുറം കൊട്ടിയിരിക്കുക. ഇവിടെ കൊട്ടാൻ തുടങ്ങിയതിന് ശേഷം 1 വർഷവും മുടങ്ങാതെ ഇവിടെ വന്ന് കൊട്ടാൻ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടത്തുന്നു. ഇപ്പോഴും വയ്യാങ്കിലും കൂടെ നടക്കും കൂട്ടും ഇവരൊക്കെ ഉണ്ട്. ക്ഷേത്ര കല്യാണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനമായിട്ട് ചേപ്പാട് അച്യുതപ്പണിക്കർ അച്ഛനാണ് പഠിപ്പിച്ചത്. ക്ഷേത്രത്തിലെ ഉത്സവലി, ശ്രീബുദ്ധവലി, മരപ്പാണി, സമകാരപ്പാണി ഇതൊക്കെ കൊട്ടാൻ പഠിപ്പിച്ചു. അതൊക്കെ നല്ല രീതിയിൽ കൊട്ടാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളൂ ഒരു അനുഗ്രഹത്തിൽ പാട്ടമ്പലത്തിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയെല്ലാം അങ്ങോട്ട് ചെയ്യുന്നു. ഇനി ഭാവിയിൽ അവരെല്ലാം വലിയ കൂട്ടുകാരൊക്കെ ആവട്ടെ, അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൊട്ടുന്നുണ്ടോന്നാണ് ഇത് എടുത്തത്. അപ്പൂപ്പ എന്നെ കൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടനെ എൻ്റെ അരങ്ങേറ്റവും നടക്കും. അൻപൊലി അരീപ്പറ മഹോത്സവത്തിന് സമാപനം കുറിച്ച് പാട്ടമ്പലത്തിലമ്മയുടെ അകത്തെഴുന്നള്ളിപ്പോടെ കീരിക്കാട് പുരുഷോത്തമൻ പണിക്കരും സംഘവും മടങ്ങും. CDNet ന്യൂസ്, മാന്നാർ.